സഫർ ചെയ്ത ഒരാൾ ജീവിക്കുമ്പോഴേ സൂയിസൈഡ് ചെയ്യുന്നവരെ കുറിച്ച് നമുക്ക് പുച്ഛം തോന്നുന്നു ശരിക്കും. അദ്ദേഹം എത്ര അനുഭവിച്ചെന്ന് നമുക്കിത് സിനിമ കണ്ടപ്പോഴത്തേക്കും എന്തെങ്ങനെ എങ്ങനെ പറയണ്ടെന്നറിയില്ല. നമ്മളൊരു ആൾ അനുഭവിച്ച കാര്യല്ലേ, നമ്മള് ശരിക്കും അനുഭവിച്ചാണ് ഫീൽ ചെയ്തത്. നമുക്കൊക്കെ ഒരു ഭയങ്കര മോട്ടിവേഷനാണ്. കാര്യം ഇത്രയും സഫർ ചെയ്ത ഒരാൾ ജീവിക്കുമ്പോഴേ സൂയിസൈഡ് ചെയ്യുന്നവരെ കുറിച്ച് നമുക്ക് പുച്ഛം തോന്നുന്നു ശരിക്കും. അല്ലേ, ഇത്രയും കഷ്ടപ്പാട് എന്നിട്ട് അതിജീവിച്ചില്ലേ, പറയാൻ വാക്കുകളില്ല. സൂപ്പറാണ്. എല്ലാ സംഭവം എല്ലാം സൂപ്പറായിട്ട് ചെയ്തു. നല്ല പടമാണ്. പൃഥ്വിരാജ് നല്ല പോലെ ചെയ്തിരുന്നു. നല്ല പറഞ്ഞ സംഭവങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ വിചാരിച്ച പോലെ എല്ലാ സംഭവം ഒന്നും പറയാനില്ല. നന്നായിട്ട് നമ്മൾ ഉദ്ദേശിച്ച സംഭവം എല്ലാം വന്നിട്ടുണ്ട്. 100% ഓക്കെ, പെർഫെക്റ്റ്. 100% പെർഫെക്റ്റ്. ഉറപ്പായിട്ട് നമ്മൾ കാത്തിരുന്ന ഒരുപാട് വർഷമായിട്ട് കണ്ടപ്പോൾ അതിൻ്റെ കൊണ്ട് ഓക്കെ 100% ഓക്കെ. നമ്മൾ ആ ഫിലിമിലോട്ട് കണക്ട് ആവുമോ, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുന്നിൽ തീരുന്നവരെ അതിനകത്ത് കണക്ട് ആവും. സൂപ്പർ, 100%. അടിപൊളിയാണ്. പക്ഷേ നമ്മളറിയാമല്ലോ ഈ പിന്നെ ആ നോവൽ വായിച്ചവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഇതെന്താണ്. ആ നോവല് ഒരു സിനിമ കാണിക്കാൻ നേരത്ത് ആ രീതിക്ക് അങ്ങ് എടുത്തിട്ടുണ്ട്. എന്നാലും നോവൽ വായിക്കുമ്പോൾ ഫീൽ നമുക്ക് ചിലപ്പോൾ വായിച്ചിട്ടുണ്ട്. ഏതാ ബെറ്റർ ആയിട്ട് തോന്നിയത്? പ്രത്യേകിച്ച് ആ പെടുന്ന സീനൊക്കെ അവരുടെ ഇഷ്ടപ്പെടാൻ നമുക്ക് മോശം ക്വസ്റ്റ്യൻ ആണെന്ന് അറിയാം. എന്നാലും ഞാൻ ചുമ്മാ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കും. അല്ല, നോവലെന്ന് പറയുമ്പോൾ അതിനൊരു പരിധിയുണ്ട്. നോവലിനെ സംബന്ധിച്ച് സിനിമ എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് പരിധികളുണ്ട് എടുക്കുന്നതിനൊക്കെ. ശരിക്കും അഫക്ട് ചെയ്യും. ഓഫ്കോഴ്സ് ശരിക്കും ഭയങ്കരമായിട്ട് ഓൾറെഡി വായിച്ചൊരു കഥയാണ്. പക്ഷെ നമ്മള് അതൊന്ന് തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പറയാൻ പറ്റുന്നില്ല. അതിലും അദ്ദേഹം എത്ര അനുഭവിച്ചെന്ന് നമുക്കിത് സിനിമ കണ്ടപ്പോഴത്തേക്കും ഭയങ്കരമായി നമ്മളെ മനസ്സിൽ തട്ടി. ഒന്നും പറയാനില്ല. വളരെ ഡെഡിക്കേഷനും ആ ബോഡി ട്രാൻസ്ഫോർമേഷനും ഇല്ലില്ല. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ് പുള്ളിയുടെ ഡെഡിക്കേഷൻ. ഒരു കണ്ടു തന്നെ അറിയാം നമ്മൾ പറയുന്നത് എത്രത്തോളം നല്ലതാവും. എന്തോരം ഇത് ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കും എല്ലാം കൊണ്ടൊരു അടിപൊളി തകർത്തു. കിട്ടണം, ഇതിനൊക്കെയാണ് കിട്ടേണ്ടത്. അതെ, ഇതിനൊക്കെ കിട്ടാതെ എന്തിനു കിട്ടാനാ. താങ്ക് യു. ഞങ്ങൾ ബുക്ക് വായിച്ചു. പക്ഷെ ബുക്ക് വായിച്ചപ്പോഴാണ് ഇതിൽ കൂടുതൽ ഒന്നുകൂടെ ഇഷ്ടമായിട്ട് ഡിപ്രഷൻ വരും. ഇമോഷണലായിട്ട് ആ ഒരു നമുക്ക് ഫീൽ കിട്ടുന്നുണ്ട് പൃഥ്വിരാജിന്റെ അഭിനയം. കാരണം പൃഥ്വിരാജ് ശരിക്കും ഡെഡിക്കേറ്റ് ചെയ്താണ്. ബ്ലസ്സിസാറിന്റെ മൂവി ആയതുകൊണ്ട് ആ ഒരു വളരെ ഇഷ്ടപ്പെട്ടു. ആ മൂവിക്ക് തന്നെ ഒരു ക്ലാസ് കിട്ടും. ഇങ്ങനെയൊക്കെ ജീവിതം ഉണ്ടെന്ന് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുത്തില്ലേ വെളിയിലൊക്കെ. നല്ലതാണ്. പിന്നെ നല്ല മൂവി. അടിപൊളി. ഭയങ്കര സങ്കടം വരും നമുക്ക്.